ഓക്കെ, ഞാനൊരു പുതിയ ഫയൽ എടുത്തേ. പുതിയ ഫയൽ എടുത്തിട്ട് ഞാൻ ഫയലിൻ്റെ അകത്ത് പ്ലേസ് ലിങ്ക്ഡ് കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു ആളിൻ്റെ പടം ഇവിടെ പ്ലേസ് ചെയ്തേ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, അതിൻ്റെ മുകളിൽ ഞാനൊരു സിറ്റി പ്ലേസ് ചെയ്തു. അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലിപ്പിംഗ് മാസ്ക് ആണ്. ഓക്കെ, ക്ലിപ്പിംഗ് മാസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ആക്ച്വലി ക്ലിപ്പിംഗ് മാസ്കിന് നമുക്ക് ആക്ച്വലി എത്ര ലെയർ വേണം ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? 2 ലെയർ വേണം ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാൻ. അതായത് ഇത് നിങ്ങൾ കൂട്ടണ്ട ബാക്ക്ഗ്രൗണ്ട്, അതല്ലാതെ നമുക്ക് എത്ര ലെയർ വേണം? 2 ലെയർ വേണം. സോ ഇങ്ങനത്തെ പിക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് നല്ലോണം ചെയ്യാൻ പറ്റും. നോക്കിയാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. നോക്കിയേ, കണ്ടോ? ഇത് ഞാൻ Ctrl+T അടിച്ച് കഴിഞ്ഞ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലിപ്പിംഗ് മാസ്ക് അത്രയും നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. പക്ഷേ പിക്ചർ എന്തായിരിക്കണം? പ്രോപ്പറായിട്ടുള്ള പിക്ചർ ആണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്വല്പം കൂടെ ഞാൻ മൂവ് ചെയ്യണമെന്ന് വെച്ചോ, കണ്ടോ? ഇങ്ങനത്തെ പിക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു കോപ്പിയും കൂടെ അടിക്കാൻ Ctrl+J. ഇപ്പോൾ എന്ത് പറ്റി? ഇത് എവിടെ പോയി? അതിൻ്റെ ടോപ്പിൽ പോയി അല്ലേ? ഞാൻ ഇതിന് ക്ലിപ്പിംഗ് മാസ്ക് അടിച്ചാലോ, റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ വന്ന് വീഴുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് രണ്ടിനെ നമുക്ക് ഒറ്റ ലെയർ ആക്കാം. ഓക്കെ, ഇതിനെ ഒറ്റ ലെയർ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട് Ctrl+E അടിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇത് ഒറ്റ ലെയർ ആവും. എന്നിട്ട് ഞാൻ ഇതിനെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതിനെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തു. എന്നാലും നമുക്ക് എന്ത് തന്നെ വരും? സെയിം പ്രോപ്പർട്ടി തന്നെ വരും. മനസ്സിലായോ? ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോപ്പർട്ടി തന്നെ വരും. അപ്പം നമ്മൾ ഈ കാണുന്ന എന്താണ് ആക്ച്വലി ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആളിൻ്റെ മാസ്ക് ആണ്. അപ്പം മാസ്ക് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാസ്ക് കാണാൻ പറ്റും. അപ്പം വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്പേക്കും. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പാരൻസിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ മാറ്റിയാണെന്ന് വെച്ചോ. ഇതിപ്പം ഏതാണ്? നമ്മൾ ബ്ലാക്കിൽ നമ്മൾ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. സോ ഇതിന് ഞാൻ ഇപ്പം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തിരിച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യവും കിട്ടത്തില്ല. അതാ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ? മീൻസ് വൈറ്റ് തന്നെ പെയിൻറ്റ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് എന്താണ്? ട്രാൻസ്പാരൻ്റ് അല്ല, ഒപ്പേക്കാണ് വൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ഭാഗം ഇതിൻ്റെ കൂട്ടത്തിൽ പെയിൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയും ഭാഗം ഇതിൻ്റെ കൂടെ പെയിൻറ്റ് ചെയ്യണം. അത്രയും ഭാഗം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യാം. ടോപ്പൊന്നും വേണ്ട, ഞാൻ പറയണമെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. കണ്ടോ? മനസ്സിലായ സംഭവം? നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതാകുമ്പോൾ അത് ക്ലിപ്പിംഗ് മാസ്ക് മാത്രമല്ല, അല്ലാതെ ഒരു രീതിയിലുള്ളൊരു വേറൊരു രീതിയിലുള്ളൊരു ഔട്ട്പുട്ടും കൂടെ നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട, സിറ്റി വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കളയുക. കണ്ടോ? എനിക്ക് ആ ബ്ലാക്ക് വേണ്ട, ആ സിറ്റി മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ കിട്ടും. വൈറ്റ് എന്ന് പറയുന്നത് ഒപ്പേക്കാണ്. വൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റും ബ്ലാക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതാ കാണാൻ പറ്റുന്നത്? ഈ ആളും ആ സിറ്റിയും അല്ലേ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്പാരൻ്റ് അല്ലല്ലോ, ഒപ്പേക്കല്ലേ. മറിച്ച് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, ബ്ലാക്ക് ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിന്. ആക്ച്വലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതും അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. പക്ഷേ കണ്ടോ, ഇതിൻ്റെ ഇടയിലും കുറച്ച് ട്രാൻസ്പാരൻസി പ്രശ്നമുണ്ട്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഇവിടെ ബ്ലാക്ക് വരുന്നു, അവിടെ എന്താകുന്നു? ട്രാൻസ്പാരൻ്റ് ആകുന്നു. ഞാൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യണേ. ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രേഡിയൻറ്റ് പറഞ്ഞിരുന്നു. സോ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇഷ്ടമുള്ളൊരു ഗ്രേഡിയൻറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം കൂടെ മെർജ് ചെയ്തിട്ടുള്ളൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഓക്കെ എടുത്തു. ലീനിയർ മാറ്റി റേഡിയലാണെങ്കിൽ റേഡിയൽ, അല്ല ഏതാണെന്ന് പറഞ്ഞാൽ ആ ഗ്രേഡിയൽ കൊടുത്തിട്ട് ഇതിനെ വലിച്ച് ഞാൻ എൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിലുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. ഇത് മാറിപ്പോയി. ഇതിനെ മുകളിൽ നിന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കണ്ടോ,
ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് എത്രത്തോളം നമുക്ക് ഏതൊക്കെ ഭാഗം വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ബ്ലാക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടോ, അതങ്ങ് റിമൂവ് ആയി പോകുന്നേ ഉള്ളൂ. ബ്ലാക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്ത് അത് റിമൂവ് ആയി പോകും. പക്ഷേ ബ്ലാക്കിൽ വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും ഭാഗം വേണം അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയക്കകത്ത് തിരിച്ച് പിടിക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റിയുടെ ഈ ഭാഗം പ്രത്യേകിച്ച് നമ്മൾ ചെയ്തൊരു കാര്യമില്ല, അത് ഓരോ ഷോട്ട് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇയാളുടെ മൂക്കിൽ നിന്നാണ് ഈ ഒരു സിറ്റിയുടെ ബാക്കി ഭാഗം പോവേണ്ടതെന്ന് വെച്ചു ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, കാരണം എന്ന് വെച്ചാൽ അത്രയും ഭാഗം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം കുഴപ്പമില്ല, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂ ആണ്, അത് കുഴപ്പമില്ല, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതേപോലെ ഇനി അടുത്തത് വേറെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് നമുക്ക് ബാക്കി ആ സിറ്റിയുടെ ആ ഒരു ഏരിയ നമുക്ക് പിടിക്കാം. ഇപ്പോൾ 2 കോപ്പി വന്നു. ഓക്കെ, ഇത് മതി. ഇതിൽ നിന്നും ഈ ഒരു ഭാഗത്തോട്ട് ഇതാ കണ്ടോ, എന്നിട്ട് പതുക്കെ ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കൂടെ നമുക്ക് സിറ്റിക്കകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായ സംഭവം? അപ്പം ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് നമുക്ക് മാസ്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫേക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയാണിത്. ഒന്നും കൂടെ പറയാം, ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ക്ലോസ് ചെയ്തു, ഫയൽ ഓപ്പൺ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ക്ലിപ്പിംഗ് മാസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിപ്പിംഗ് മാസ്ക് ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ പിടിച്ചു, ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഞാൻ ഈ സിറ്റിയെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് സിറ്റിയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി പിടിച്ചിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാം. കണ്ടോ, ഇതാ ഇവിടുത്തെ ഒപ്പാസിറ്റി പിടിച്ചിട്ട് കറക്റ്റ് സിറ്റി നമുക്ക് അറേഞ്ച് ചെയ്യാം, എവിടെ ഇരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. കണ്ടോ, സിറ്റി ഇത് അവൻ്റെ കറക്റ്റ് തലയുടെ ആ ഒരു പോർഷനിലാണെങ്കിൽ തലയുടെ പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ടേ നമുക്ക് സ്വല്പം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എവിടെ നിന്നാണത് വരേണ്ടതെന്നുള്ളത് നമ്മൾ ട്രാൻസ്പാരൻസി ആക്കി കൊടുത്താൽ മതി. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്ത് താഴോട്ടാണെങ്കിൽ താഴോട്ട്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്വല്പം കൂടെ മൂവ് ചെയ്യുക, വീണ്ടും അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിലോട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. ഉണ്ടോ, ആക്ച്വലി അത് അത്രയും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒപ്പാസിറ്റി സ്വല്പം ഇൻക്രീസ് ചെയ്യുക. കണ്ടോ, ഇനി എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോസസ്സാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ കണ്ട നേരത്തെ പോലെയല്ല, ഫുൾ സിറ്റി അവൻ്റെ ആ ദേഹത്ത് വന്നു, കണ്ടല്ലോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഇവന് ഈ ഒരു പിക്ചറിനെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, അവിടെ ഒരു സെലക്ഷൻ വരും. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഇവനെ സെലക്ട് ചെയ്യുന്നു. ഈ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചറിൽ ഏതാണ്, ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചറിൽ എന്ത് ചെയ്യുക, സാധാരണ മാസ്ക് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത മാസ്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അകത്ത മാസ്ക് നമുക്ക് കാണാം. കണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ പിക്ചറുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് ട്രാൻസ്പാരൻസി മാത്രമാണ്. ആൽഫ എന്ന് പറയുന്നത് ഇത്, അല്ലെങ്കിൽ നമുക്ക് ആൽഫ ചാനൽ എന്ന് പറയാം ഇതിന്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ട്രാൻസ്പാരൻസിയാണ്, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു ട്രാൻസ്പാരൻസി ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് 2 ഇട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കാം. ബ്ലാക്കും വൈറ്റും ഇട്ട് പെയിൻറ്റ് ചെയ്യാം. സോ ഞാൻ ബ്രഷ് ടൂൾ എടുത്തു, ബ്രഷ് ടൂളിനെ ഒന്ന് വലുതാക്കി പെയിൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, കാരണം എന്താണ്, ഇത് വൈറ്റ് ആണ്. ഇതാ ഇനി ഞാൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സംഭവം മൊത്തം നമുക്കത് ഇങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ കണ്ടോ. അപ്പം നിങ്ങൾക്കത് മൊത്തം വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ രീതിയിലാണെങ്കിലും മാസ്ക് ചെയ്യാം. ഇതാ നോക്കിയേ, നേരത്തെ ചെയ്ത പോലെ അല്ല ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മാസ്ക് ചെയ്യാം. കണ്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കൺട്രോൾ ജെ. കണ്ടോ, കൺട്രോൾ ജെ അടിച്ചിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ മാസ്ക് അങ്ങ് പോയി. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ മാസ്ക് ചെയ്തേ. ഇനി മാസ്ക് ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലത്തെ മാസ്ക് കിട്ടും. പിടികിട്ടിയ സംഭവം. ഇപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയ, ഏത് ഏരിയയൊക്കെ നമുക്ക് വേണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സംഭവം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഏരിയ വേണം അത്രയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താൽ ഇതങ്ങ് റിമൂവ് ആവും. കണ്ടോ. അപ്പോൾ ആ ഒരു തലയുടെ ആ ഒരു ഏരിയ മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം മാത്രം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 മാസ്കാണ്, ശ്രദ്ധിക്കണം. ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് അവൻ്റെ മുഖവും ഇതും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു മാസ്ക്. കണ്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൊത്തം വരും. അപ്പോൾ എനിക്ക് മുഖവും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കാണണം.
സോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് പതുക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഭാഗം മാത്രം നമുക്കൊന്ന് വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ പതുക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഭാഗം മാത്രം ഇതാ കണ്ടോ. അപ്പോൾ ആളും ഉണ്ട്, എന്നാൽ ലൈവ് ക്യാരക്ടർ ഇതിലൊന്നും വരരുത്. ഇത് കോട്ടൊന്നും കാണണ്ട, നമുക്ക് മുഖത്തിൻ്റെ ഏരിയക്കകത്ത് നിന്നാണ് വരുന്നത്. അബദ്ധത്തിൽ എങ്ങനെ അങ്ങ് പെയിൻറ്റ് ചെയ്തു, എനിക്ക് തിരിച്ചു വരണം. എന്ത് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. തിരിച്ച് പെയിൻറ്റ് ചെയ്ത് അവൻ്റെ കണ്ണ് കാണണമല്ലോ, ആളല്ലേ. അപ്പോൾ നമുക്ക് കണ്ണ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫീൽ വരത്തില്ല. ആ ഫുൾ പെയിൻറ്റ് ചെയ്യല്ലേ, വളരെ മൈന്യൂട്ടായിട്ട് കണ്ണ് കാണത്തക്ക മാത്രം. പിന്നെ ആ ചെവിയുടെ പോർഷൻ ഉണ്ടെങ്കിൽ അവിടെയും ചെറുതായിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്ത് അത് വൃത്തിയുടായി പോകും. ഇടയ്ക്കിടയ്ക്ക് മാത്രം പെയിൻറ്റ് ചെയ്ത് വിടുക. അതാ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഏരിയ ഒക്കെ കാണിച്ചാൽ മതി, എന്നാലേ ആ ഒരു കറക്റ്റ് ഫീൽ വരുള്ളൂ. അപ്പോൾ ഒരു വഴി ഇങ്ങനെയാണ്, കണ്ടല്ലോ. ഇതിൻ്റെ കറക്റ്റ് ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക ഗ്രേഡിയൻ്റ് അകത്ത് എന്ത് കൊടുക്കാം, ലീനിയർ മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഏതാണ്, അല്ലെങ്കിൽ ഈ കളർ പിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കളർ പിക്ക് ചെയ്യാം. ഓക്കെ, ഒരു കളർ വന്നു. വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു കളർ പിക്ക് ചെയ്യാം. കാണുന്നുണ്ടോ, അത് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ പിക്ക് ചെയ്യുക. അതായത് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറും കൂടെ അവിടെ വരും. വന്നില്ല, കാരണം എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ, നമ്മൾ ഇവിടെ നിന്ന് എന്തെടുക്കുക, ബ്ലാക്കും വൈറ്റും എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസിയിൽ പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഞാൻ എന്താ ഇത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ എടുത്തു. വീണ്ടും ഇതിൻ്റെ കളർ ഞാൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് ട്രാൻസ്പാരൻ്റ് ആണല്ലേ സംഭവം. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പാരൻസി നമുക്ക് ഇങ്ങനെ മാറ്റാം. കണ്ടോ, മനസ്സിലായോ. ഇത് ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ ട്രാൻസ്പാരൻസി മാറ്റാം. ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് ട്രാൻസ്പാരൻസി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പക്ഷേ ട്രാൻസ്പാരൻ്റ് അല്ല. മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇവിടെയും ട്രാൻസ്പാരൻ്റ് എന്ന്. അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസ്പാരൻസി കൂട്ടുക, കഴിഞ്ഞു. ഓക്കെ, അല്ല ലീനിയർ റേഡിയലാണെങ്കിൽ റേഡിയൽ, ലീനിയർ ആണെങ്കിൽ ലീനിയർ, ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഫിക്സ് ചെയ്യുക. ഓക്കെ എടുത്തു, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഞാൻ താഴെ ഇട്ടു. മനസ്സിലായ സംഭവം. ഇനി നമുക്ക് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യാമല്ലോ. ഇതെനിക്ക് ഓക്കെ അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പിക്ക് ചെയ്ത് ഞാൻ വേറൊരു കളർ കൊടുത്തു, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തു. ഇപ്പോഴോ അത് മാറിയില്ലേ. ഇനി ഒരു കളറും കൂടെ കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്തേ. അപ്പോൾ ഭയങ്കര വൈറ്റായി. അപ്പോൾ എനിക്ക് അവിടെ അത്രയും വൈറ്റ് വേണ്ട, പകരം എനിക്കൊരു ബ്ലൂ വേണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ കൊടുക്കാം. ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലൂവിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കുക, ഒപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ ഇത് മൊത്തത്തിലാണ് ഇവിടുത്തെ ഒപ്പാസിറ്റി കുറയുന്നത് അല്ലേ. ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി മൊത്തത്തിലുള്ള ഒപ്പാസിറ്റിയാണ് കുറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്നതിൻ്റെ സ്മൂത്ത്നെസ് സ്വല്പം ഒന്ന് കുറയ്ക്കാം. അതേപോലെ സോളിഡ് ആണോ അത് കുറച്ച് ടൈം എടുത്തേ വരുള്ളേ. ഉണ്ടോ, സ്മൂത്ത്നെസ് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്മൂത്ത്നെസ് നമുക്ക് കുറയ്ക്കാം. സോളിഡ് ആണ്, നോയ്സ് വേണോ, അതൊന്നും വേണ്ട, അതൊന്നും ഒരു ഫീലില്ല. നമുക്ക് സാധാരണ സോളിഡ് മാത്രം മതി. അപ്പം വീണ്ടും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പതുക്കെ ട്രാൻസ്പാരൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും കൂടെ ചെറിയൊരു വൈറ്റിൽ പതുക്കെ വരത്തക്ക രീതിയിൽ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇതാ കണ്ടോ, അപ്പോൾ ആ ഒരു ഫീലും കൂടെ നമുക്ക് അവിടെ കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ പിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ അതുമായിട്ട് മാച്ചായില്ലേ. മനസ്സിലായ സംഭവം. അങ്ങനെ പതുക്കെ നിങ്ങൾ ആ ഒരു കളറിനെ മാച്ച് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളുടെ ഉത്തരവാദിത്തം. വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തു, അതിൽ പിടിച്ച് ഒറ്റ മാസ്ക് കൊടുക്കുന്നു എന്നുള്ള പരിപാടി മാത്രമേ ഞാൻ എൻ്റെ അത് ചെയ്യത്തുള്ളൂ. ഇതിന് ഞാൻ ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ. ഇനി ഞാൻ വേറൊരു പിക്ചറിൽ കാണിച്ചു തരുന്നത് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഒരു പടത്തിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ലോക്ക് മാറ്റി എന്ത് ചെയ്തു, സെലക്ട് സബ്ജക്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാനതിനെ തിരിക്കുക. Ctrl+Shift+I അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കിപ്പോൾ തൽക്കാലം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ Ctrl+D അടിച്ചിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് സ്കെയിൽ ചെയ്തേ. അത് ഞാൻ അതിനൊന്ന് ചരിച്ച് വെച്ച് കൊടുത്തു. ഇത്രയും ഓക്കെ ആണല്ലോ. നേരത്തെ അതേ പ്രോസസ്സാണ് ചെയ്യാൻ പോണത്. പകരം ഞാൻ അതിൻ്റെ അകത്ത് ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യാൻ പോണത്. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ ഗ്രാഫിക്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്സ് ഒന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം അല്ലേ. ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ctrl+T അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് വാർപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, റാപ്പ് എന്ന് പറയാം. അതേതാണെങ്കിലും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ടെക്സ്റ്റ് ലെയറാണ്, കാരണം നമുക്ക് എപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും.
പക്ഷേ നമ്മൾ റാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എഡിറ്റിംഗ് ഇല്ല. മനസ്സിലായ സംഭവം? പിന്നെ പുതിയ ടെക്സ്റ്റേ വരുള്ളൂ. അപ്പം നിങ്ങൾ റാസ്റ്ററൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിലൊരു ബാക്കപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് പിന്നെ എഡിറ്റിംഗ് ഇല്ല എന്നുണ്ട്. അത് ഒന്ന് റാസ്റ്ററൈസ് ആയി കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, Ctrl+T അടിച്ചിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് റാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട്, കണ്ടോ, എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇതിനെ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്താ ഇങ്ങനെ, ഇതാ ഏതാണ് നിങ്ങളുടെ പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു ഇങ്ങനെ. ഓക്കെ, ഇതിനഫ് ആണല്ലോ, ഇത്രയും ഭാഗത്തേക്ക് ഞാൻ ഇതിനെ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ലെയർ ഉണ്ട്, ഒരു ലെയറിൽ ഇതും ഒരു ലെയറിൽ ഇതും. ഇനി ഞാൻ നേരത്തെ ചെയ്ത പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട്, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട്, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, മുകളിൽ ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ അങ്ങ് മാച്ച് കളഞ്ഞു, മീൻസ് അതങ്ങ് ഹൈഡ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക്. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവമാണ്. ഇതിൽ താഴത്തെ ലെയറിൽ ചെയ്തു എന്നേ ഉള്ളൂ, മറ്റേ ഞാൻ മുകളിലത്തെ ലെയറിൽ ചെയ്തു. ഇതിങ്ങനെ ആക്ച്വലി ഇതിങ്ങനെ വെക്കണം എന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ആയുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്ലാക്കും വൈറ്റും അല്ലേ, ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതാണ് ആക്ച്വലി മാസ്ക്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്യുക. തിരിച്ച് പെയിൻറ്റ് ചെയ്യുക ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ആ ബ്രഷ് ടൂൾ വെച്ചിട്ട് പതുക്കെ ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളും മാത്രം ഇതിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഗ്രേഡിയൻ്റ് ടൂൾ എടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് നേരത്തെ പോലെ പിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്തു. ഇതൊരു ഗ്രേഡിയൻ്റ് ഇവിടെ വന്നു. ഇവിടെ ഏതാണ് നിങ്ങൾക്ക് വേണ്ട ഗ്രേഡിയൻ്റ്, ആ ഒരു ഗ്രേഡിയൻ്റ്. അപ്പോൾ സ്വല്പം ആ ഒരു ഇതിൻ്റെ ഇത് കുറച്ച് കൊടുക്കുക. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് ആയി. കാരണം എന്താണ്, ഇവിടെ ട്രാൻസ്പാരൻസി ഉണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുക, ട്രാൻസ്പാരൻസി അല്ല ഫുള്ളാക്കി കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് ടു വൈറ്റ് ആയി. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളറിൻ്റെ വേറൊരു ആ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കളറാണെങ്കിൽ ആ ഒരു കളർ കൊടുക്കുക. കണ്ടോ, മൂവ് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ളൊരു കളർ ഞാൻ ഇങ്ങനെ കൊടുത്തു മിഡിൽ. ഓക്കെ കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴെ ഇട്ടു. അതിപ്പോൾ അത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ, ഈ കളർ ആയതുകൊണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കളറങ്ങ് മാറ്റാം. ഒരു കളർ കൊടുക്കാം. ബ്ലൂവിൽ നമുക്ക് ഒരു കളർ വല്ലതും കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. നമുക്ക് കാണണം, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രേഡിയൻ്റ് കൊടുത്താൽ കറക്റ്റായിട്ട് കാണാമല്ലോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പം ഇതേ പ്രോസസ്സായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തത്. ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ലെയറിൽ ഇട്ടു, എന്നിട്ട് ആ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തു. ഇനി നമുക്ക് അതിൽ തന്നെ ഇതേ കണക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തു, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ, അതായത് ഇതിൻ്റെ അകത്തൊരു ഈ ഒരു പിക്ചർ ഇതിൻ്റെ അകത്ത് വെച്ച്, എന്നിട്ട് ഞാൻ അതിനെ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, മൊത്തം ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് നമ്മൾ ഇതിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു അല്ലേ, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു മാസ്ക് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാസ്കാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, മാസ്ക് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ സംഭവിച്ചത്. ഇത് കട്ടായിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, അതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്തു അല്ലേ. ഹൈഡ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തു. രണ്ടും സെയിം തന്നെ അല്ലേ? മനസ്സിലായോ? ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്ത്, മറ്റേ ടെക്സ്റ്റാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ മാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയക്കകത്തോട്ട് ഇതിനെ കൊണ്ടുവരാം. മീൻസ് ആ ഒരു മാസ്കിനെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, Ctrl+T അടിച്ചിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് മൊത്തമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസ്കിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കുക ഏതാണ് നമ്മുടെ കറക്റ്റ് ഏരിയ എന്നുള്ള കാര്യം. ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു, ഇത് മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ ഏതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതാണ് ഒരു കുഴപ്പമേ. ഒരു സോളിഡ് കളർ എടുത്തിട്ട് നമ്മൾ തൽക്കാലം ഒരു ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, ആ ബ്ലൂവിനെടുത്ത് താഴെ ഇടാം.
എന്നിട്ട് നമുക്ക് പതുക്കെ എവിടെ ഏതാണ് ഈ ഒരാൾ പോകുന്ന ആ ഒരു സ്ഥലം നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യുന്നു, ഇതിൻ്റെ ഒപ്പാസിറ്റി മാക്സിമം ആക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ അല്ലെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. റൈറ്റ് ക്ലിക്ക്, അതിന് മുന്നേ പിന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു മാസ്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഞാൻ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്ക് ഈ ഭാഗമെല്ലാം നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. മീൻസ് ഇത് മാത്രമല്ല, ആളിൻ്റെ മുഖവും കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കണ്ണോ മറ്റേ പിക്ചറിൻ്റെ ആ ഒരു ഫീല് ഇതിൽ വന്നിട്ടില്ല, കണ്ടോ. അത് ഓരോ പിക്ചർ പോലെയാണ് ഇരിക്കുന്നത്, എത്രത്തോളം അത് ഫീൽ ചെയ്ത് നമുക്ക് കൊണ്ടുവരാമെന്നുള്ളത് കണ്ടോ. ഞാൻ ഒരു എഡ്ജ് മാത്രം പിടിക്കുകയാണ്, ഇവിടെ നിന്ന് സ്വല്പം കൂടെ അങ്ങോട്ട് മൂവ് ചെയ്തു. എഡ്ജ് മാത്രമാണെങ്കിൽ ഈ ഒരു എഡ്ജ് മാത്രം, അത് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. ഇത്രയും എനിക്ക് വേണ്ട, കണ്ടോ, രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പാസിറ്റി എനിക്ക് ഇങ്ങനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒപ്പാസിറ്റിയും കുറയ്ക്കാം. മനസ്സിലായോ? അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ അകത്തല്ല, ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങളും കൂടെ കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഞാൻ എടുക്കുകയാണേ, കൺട്രോൾ ജെ, എന്നിട്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മാസ്ക് ചെയ്ത് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്, ഫ്ലിപ്പ് ചെയ്താണെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ മാസ്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ ആളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു മാസ്കും കൂടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടോ ബാക്കിയുള്ള ഏരിയയും കൂടെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോഷോപ്പ് മനസ്സിലായെന്ന് പറയാൻ പറ്റൂ. കുഴപ്പമില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. കുറേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിക്കോളും. മനസ്സിലായ സംഭവം? അപ്പോൾ ഈ രീതിയിലുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് മാസ്ക് ചെയ്യുന്നു, ഒരാളെ സെലക്ട് ചെയ്യുന്നു, അതിൽ മാസ്ക് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായ സംഭവം? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. മീൻസ് ഒരു കൈ ആണെന്നുണ്ടെങ്കിൽ കൈ മാത്രം കട്ട് ചെയ്തിട്ട് കൈയുടെ അകം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കൈയുടെ അകം മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം. തലയാണെന്നുണ്ടെങ്കിൽ തലയുടെ ഒരു ഭാഗം വെച്ചിട്ട് ആ തലയിൽ മുഖത്തിങ്ങനെ എഴുതിയിരിക്കുന്ന പോലെ വെച്ചിട്ട് ബാക്കി ഇങ്ങ് മാച്ചുള്ളത്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിക്ചർ ഈ പിക്ചർ എടുക്കാം. ഓക്കെ, ഞാൻ ഈ പിക്ചറിൻ്റെ മുകളിൽ ഞാൻ അത് നേരത്തെ ഇത് എടുത്തു എന്നുള്ളേ, നമുക്ക് പക്ഷേ ഇത് സെപ്പറേറ്റ് ചെയ്യണം എന്തായാലും. സെലക്ട് സബ്ജക്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലേഡിയുടെ മുഖം മാത്രമായിരിക്കുമല്ലോ കിട്ടുന്നത്, ബാക്ക്ഗ്രൗണ്ടോട് കൂടി വരും. സോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു കളർ ഫില്ല് ചെയ്തു, സോളിഡ് കളർ ഓർ ഗ്രേഡിയൻറ്റ്. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ലേഡിയെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിക്കോണേ. ഇവിടെ നിന്ന് ഞാൻ ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തേ, ഗ്രാഫിക്സ്. ഓക്കെ, കാരണം ഇത് പുറകിൽ വന്നു, കാരണം ഇത് പുറകിലാണ് കിടക്കുന്നത്. മൂവ് ചെയ്ത് മുകളിൽ കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചു. എത്രയും ഭാഗം നിങ്ങൾക്ക് വേണം അത്രയും ഭാഗത്തോട്ട് കൊണ്ടുവയ്ക്കുക. ഓക്കെ, താഴെയാണെങ്കിൽ താഴെ, മുകളിലാണെങ്കിൽ മുകളിൽ. ഇത് താഴെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, മുകളിലല്ലേ വരേണ്ട. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതങ്ങ് ഓഫ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലേഡിയുടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് മുഖത്ത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മാസ്ക് ചെയ്യുക. കണ്ടോ? ഇനി എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഓൾറെഡി മാസ്ക് ഉണ്ട്, നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ പോരെ. തിരിച്ച് നമ്മൾ ഇതിനെ വന്ന് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരിക. ആ ടോപ്പിലെ ഏരിയയും കൂടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടോ. അപ്പോൾ വേറെയും നമുക്ക് വെച്ച് കൊടുക്കാം. മനസ്സിലായ സംഭവം? ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്താൽ മൊത്തം പോവും. കണ്ടോ? വീണ്ടും പെയിൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു സംഭവം വരുള്ളൂ. മൊത്തം പോയി. കണ്ടോ? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മാസ്ക് വേണ്ടല്ലോ, ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതങ്ങ് ഓഫ് ചെയ്യുക, മാസ്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ബ്ലാക്കിൽ വൈറ്റ് ആണ്, വൈറ്റിൽ ബ്ലാക്ക് ആണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. ഇതിൻ്റെ ഇത് നല്ലോണം കുറയ്ക്കുന്നു. ആ തലയുടെ ഏരിയ നിന്നും എഡ്ജ് മാത്രം പിടിച്ച് ഈ ഏരിയ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ.
ഇതാ പിടികിട്ടിയോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഈ കളർ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ കളർ നമുക്ക് ഉണ്ടോ, ഏത് കളറിൽ മാറ്റി എങ്ങനെ ഇരിക്കും ആ കളറിലേക്ക് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുക. ഉണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഇത് രണ്ട് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ ആകുമ്പോൾ എന്ത് പറ്റി, അതങ്ങ് മെർജായി. ഇനി എന്ത് ചെയ്യുക, പുതിയൊരു ലെയർ എടുക്കുക, പുതിയതായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ VFX എന്ന് ടൈപ്പ് ചെയ്തേ, VFX എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം, കൺട്രോൾ T. ഞാൻ അതിനെ സ്വല്പം ഒന്ന് വലുതാക്കി ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു, ഇതങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഏതിനെ മാസ്ക് ചെയ്യണം, രണ്ടാമത്തേനെ. ഓക്കെ, മാസ്ക് ചെയ്തു. ഇപ്പോൾ VFX വന്നല്ലോ. ഇനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ എങ്ങനെയാണോ പെയിൻറ്റ് ചെയ്തത് അതുപോലെ നമ്മൾ ബാക്കി പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഗ്രാഫിക്സിന് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അല്ലേ. VFX അതിൻ്റെ എഡ്ജ് മാത്രം കണ്ടോ, ഇതിൻ്റെ എഡ്ജ് മാത്രം ശ്രദ്ധിച്ചങ്ങ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റും കൂടെ നമുക്ക് ഇവിടെ കിട്ടും. എന്താ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തു, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഏരിയക്കകത്ത് എഡ്ജസിൽ മാത്രം കയറി പെയിൻറ്റ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. മനസ്സിലായി? അതാകുമ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. മനസ്സിലായ സംഭവം? ഇതൊരു ഗ്യാപ്പ് കൊടുത്തില്ല, ഗ്യാപ്പ് കൊടുത്താൽ ആ ഗ്യാപ്പിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഇതിന് മാറ്റിയിട്ട് വേറെ കണ്ടോ, ഇപ്പോൾ ഇത് വേറൊരു ഫീലായി. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോന്ന് ചെയ്യണം. നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളർ ഏതാണ്. ഓരോ കളറിലും ഇത് ഓരോ വേരിയൻ്റ് ആയിരിക്കും വരുന്നത്. കണ്ടോ, വൈറ്റ് പോലെയല്ല ബ്ലാക്ക് പോലെയല്ല ലൈറ്റ് ബ്ലൂ പോലെയല്ല ഓറഞ്ച്. അപ്പം നിങ്ങളുടെ ഏതാണ് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്ത് തുടങ്ങാൻ.